ആരാച്ച അയാള്? ഇത്രയും സമയം ഞാൻ പറഞ്ഞു ഒന്നും അനിയത്തിക്കുട്ടിക്ക് മനസ്സിലായില്ലേ? അതായത് നിന്റെ അച്ഛന്റെ ആദ്യ വിവാഹം കഴിഞ്ഞത് എന്റെ അമ്മയുമായിട്ടാണ്. ചോദിച്ചു നോക്ക്, സനീഷിന്റെ പേരിലുള്ള ആസ്തിയൊക്കെ എന്തിനാണ് ദീപുവിന്റെ പേരിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചു നോക്ക് നീ. അച്ഛന്റെ മുഴുവൻ വിശ്വാസം പിടിച്ചു പറ്റി അയാളെല്ലാം എഴുതി വാങ്ങിയില്ലേ? ഇനി എന്ത് ചെയ്യും? തൽക്കാലം പ്രത്യേകിച്ചൊന്നും പറയണ്ട. തൽക്കാലം ആ വന്നവന്റെ കാര്യം നോക്കാം നമുക്ക്. തൻ്റെ അച്ഛൻ്റെ ആദ്യം മുതലെയുള്ള ആഗ്രഹമാണ് താനും ദീപുവും തമ്മിലുള്ള വിവാഹം. അതിനിടയിൽ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നു. ഗതികേട് കൊണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് വസുധയുടെ തിരിച്ചുവരവ്. ഇനി എന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന നിന്റെ അച്ഛൻ്റെ തലച്ചോറ് ദീപുവാണല്ലോ. മിക്കവാറും അവൻ അറിഞ്ഞിട്ടുണ്ടാവും മാനവ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. തന്റെ അച്ഛൻ ആദ്യമേയുള്ള ആഗ്രഹ താനും ദീപും തമ്മിലുള്ള വിവാഹം. അതിനിടയിൽ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നു. ഗതികേട് കൊണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് വസുധയുടെ തിരിച്ചുവരവ്. ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ അച്ഛന്റെ തലച്ചോറ് ദീപുവാണല്ലോ. മിക്കവാറും അറിഞ്ഞിട്ടുണ്ടാവും മാനവ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അവൻ തന്നെയാവും ഇങ്ങനൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തത്. എന്നാലും അച്ഛൻ എന്നെ മറന്നു കളഞ്ഞല്ലോ. സാരമില്ലടോ, നമുക്കതെല്ലാം ശരിയാക്കാം. ഇനി ഒരിക്കലും ശരിയാവില്ല. അവൾ ഇവിടെ തന്നെ സ്ഥിരതാമസം ആക്കിയിരിക്കുവാണല്ലോ. ഇനിയിപ്പോ ദീപുവേട്ടന്റെ കാരുണ്യത്തിൽ ജീവിക്കേണ്ടി വരും നമ്മള്. അതൊന്നും വേണ്ടി വരില്ല. ഇതൊക്കെ പറയാൻ കൊള്ളാന്നല്ലാതെ ഒന്നും നടപ്പിലാവില്ല. വസുധ ഇറക്കി വിടാൻ ഞാൻ അന്ന് മുതലേ പറയുന്നത്. അന്നിത് കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ ദീപുവേട്ടൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നോക്ക്. കണ്ടില്ലേ, ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൊണ്ടു. ഇതൊക്കെ എന്റെ അച്ഛനെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവളിവിടെ ഉള്ളിടത്തോളം കാലം എന്റെ ജീവിതം സേഫ് അല്ലാന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അച്ഛൻ എങ്ങനെ തെറ്റു പറയാന്? ശരിയാ, അച്ഛൻ ചെയ്തതെല്ലാം നല്ലതാ. നമ്മൾ മാത്രം തെറ്റുകാര്. അച്ഛൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലവാ അവിടെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടത്. അത് നീ മറക്കണ്ട. അങ്ങനെയല്ല. താനൊന്നും പറയണ്ട. അച്ഛൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൂട്ടി കഴിഞ്ഞപ്പോ മകളുടെ ഭാവിയെ കുറിച്ച് വെപ്രാളപ്പെടാൻ സമയം കിട്ടി. ഏതായാലും നമുക്ക് നോക്കാം ഇതെവിടെ വരെ പോകുന്നു. ഇതെങ്കിലും താൻ ഉറപ്പിച്ചോ? തീർച്ചയായും. എത്രയും വേഗം എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുവരണം. ഇനി വൈകിയാൽ ശരിയാവില്ല. തനിക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ, നന്നായി. കൂട്ടിക്കൊണ്ടുവരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും മോളെ വീട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹവും ഇല്ല. പക്ഷേ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഒരു വിധത്തിൽ പറഞ്ഞ താൻ പറഞ്ഞത് ശരിയാ. തന്റെ വീട്ടുകാരുടെ ഓരോ സ്വഭാവം ആലോചിക്കുമ്പോൾ മോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് തോന്നുക. പക്ഷേ അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല സോജ. തന്റെ അമ്മാവനൊക്കെ വളരെ തരം താഴ്ന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഞാനത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും എനിക്ക് അപ്പം വലിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അമ്മാവനെ നന്നാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലടോ. അമ്മാവനെ മാത്രമല്ല, അമ്മാവന്റെ മകളെ. എന്തായി പണത്തിന്റെ കാര്യം? എന്തെങ്കിലും സൂചന കിട്ടിയോ? ഒരു സൂചനയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനേ പോയിട്ടില്ല. ഒരുപക്ഷെ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവും. അത് കണ്ടുപിടിച്ചതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങളല്ലാതെ എനിക്ക് മറ്റൊന്നും കിട്ടാനുമില്ല. തനിക്ക് അമ്മയോടെങ്കിലും ഒന്ന് സൂചിപ്പിക്കാറുന്നില്ലേ? കാര്യമൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല സോജ. എന്തായാലും താനൊന്ന് സൂക്ഷിച്ചു. അവിടെ താൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മോൾക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. ആ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ഇപ്പോൾ. എടോ, താനിങ്ങനെ ടെൻഷൻ ആവാതെ. ഏതായാലും നമുക്ക് മോളെ കൊണ്ടുവരാം. ബാക്കി പിന്നെ ആലോചിക്കാം. ഇത് നടക്കുമെന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ? തന്റെ ഒരാളുടെ വാക്ക് വിശ്വസിച്ചിട്ടാ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്.
എങ്കിൽ കാര്യം നടന്നിരിക്കും. പക്ഷേ ഇന്നലെ താൻ പുറത്തിറങ്ങണ്ടായിരുന്നു. ഐ, അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ്. താങ്കൾ അതിൽ ഇടപെടണ്ട. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടിയാൽ മതിയല്ലോ. അത് ഞാൻ ചെയ്തിരിക്കും. ഇനി അവളെ കൊണ്ടുവരുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വേറെ വഴി വല്ലതും നോക്കേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ ബുദ്ധിയല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ, തീർത്തേക്കാം. അതിന് പുറകെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് നമുക്കറിയാത്തതാണോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലെ തീർക്കാനൊക്കെ വലിയ റിസ്ക് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആലോചിച്ച് വിഷമിക്കണ്ട. കാര്യം നടന്നാൽ തന്ന വാക്ക് അത് മാത്രം പാലിക്കണം. ജീവനുണ്ടെങ്കിൽ ഞങ്ങളത് പാലിച്ചിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ ഉണ്ടാവില്ല. അത് മാത്രം ഓർത്താ മതി. ചായ നീ കുടിച്ചായിരുന്നു? ഇല്ല, ഞാൻ കുടിച്ചോളാം. ആഹാ, മോളോ? വാ വാ. മോളെ ഇരിക്കേ. അല്ല, എന്താ മോളെ ഈ സമയത്ത്? മക്കൾ രണ്ടുപേരും എവിടെ? അവർ രണ്ടുപേരും മുറിയിലിരുന്ന് കളിക്കുന്നുണ്ട്. എന്നാ മോളിരിക്കെ, ഞാൻ കുടിക്കാൻ ചായ എടുത്തിട്ട് വരാം. വേണ്ട ചേച്ചി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ കുഞ്ഞേ? എനിക്കൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതൊന്ന് നോക്കാവോ വാസുവേട്ടാ? പക്ഷേ ഈ അവസ്ഥയിൽ മോളെങ്ങനെയാ? അതൊന്നും സാരമില്ല വാസുവേട്ടാ. മുന്നോട്ട് പോണമെങ്കിൽ എനിക്കൊരു ജോലി വളരെ അത്യാവശ്യ. എത്ര നാളാന്ന് വെച്ചാ വല്ലവരുടെ ഔദാര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നേ. മോളുടെ പണം മുഴുവനും അവന്റെ കയ്യിലല്ലേ? അത് തരാൻ പറ. എനിക്ക് തോന്നുന്നില്ല ചേച്ചി, അവരത് തരാൻ ഉദ്ദേശിച്ച് വാങ്ങിയതൊന്നും അല്ലല്ലോ. എന്നാ മോളെ നമുക്ക് സ്റ്റേഷനിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ മോളെ? അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വാസുവേട്ടാ. അവര് ഇത് വേറൊരു കുടുംബ പ്രശ്നമായിട്ട് മാത്രം എടുത്തിരിക്കുന്നേ. സനീഷിനെ വോൺ ചെയ്യല്ലാതെ അവര് മറ്റൊന്നും ഇതിൽ ചെയ്തിട്ടുമില്ല. എന്തൊരു മനുഷ്യന്മാരാ! മോളുടെ മാതാപിതാക്കള് മോൾക്ക് വേണ്ടി ബാക്കി വെച്ചതെല്ലാം തട്ടിയെടുത്ത് സ്വന്തമാക്കിയ ദുഷ്ടന്മാര്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. പണം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയില്ല ഞാൻ അവിടെ നിൽക്കുന്നത്. പക്ഷേ അതുവരെ മുന്നോട്ട് പോവാൻ എനിക്കും മക്കൾക്കും അത്യാവശ്യത്തിനുള്ള പണമെങ്കിലും കയ്യിൽ വേണ്ടേ? അതിന് മോളുടെ അച്ഛനോട് പറഞ്ഞാലോ? അല്ല, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണെന്നാണല്ലോ കേൾക്കുന്നത്. അത് വേണ്ട വാസുവേട്ടാ. അങ്ങനെ മോളുടെ സ്നേഹത്തിന് വിലയിടാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പരിചയത്തിൽ എവിടെയും എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചൂടെ? അത് ഞാൻ അന്വേഷിക്കാം. മോളൊരു കാര്യം ചെയ്യും, നാളെ ടൗണിലോട്ട് വാ. എനിക്ക് പരിചയമുള്ള കുറച്ച് കടകളുണ്ട്, നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. എങ്കിൽ ഞാൻ പോട്ടെ ചേച്ചി, മക്കളെ തനിച്ചേ ഉള്ളൂ. മോളെ, ജോലിക്ക് പോകുമ്പോ അതിന് മോളുടെ കാര്യം. മോളുടെ അച്ഛൻ അവളെ താമസിയാതെ കൊണ്ടുപോകും ചേച്ചി. അപ്പോഴേക്കും അവളെ ഒന്ന് കാണണമെങ്കിൽ പോലും എൻ്റെ കയ്യിൽ എന്തേലും ഒന്ന് വേണ്ടേ? നാളെ അവളെ കൊണ്ടുപോയാ പിന്നെ തിരിച്ചു കൊണ്ടുവരും തോന്നില്ല. മോള് വിഷമിക്കാതിരിക്കേ, എല്ലാം ശരിയാവും മോളെ. എന്തായാലും നാളെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എങ്കിൽ ഞാൻ പോയി വരാം. അച്ഛനും അമ്മയും ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടാ പോയത്. പക്ഷെ എന്താ ചെയ്യാ, അനുഭവയോഗം കൂടി വേണ്ടേ? അത് അനുഭവയോഗം ഇല്ലാത്തോണ്ടല്ല, ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ വന്ന് പെട്ടുപോയതുകൊണ്ടാ.
ഇതിനെയും കൊണ്ട് എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തു വരെ പോവാ. എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ, തിരിച്ചു കൊണ്ടുവരരുത്, അത്രേ ഉള്ളൂ. ആ, ഒരുപാട് ദിവസമായില്ലേ ഈ കൊച്ചിനെ അതിന്റെ വീട്ടിൽ കൊണ്ട് നിർത്ത്. ആർക്ക് വേണ്ടെങ്കിലും ഈ വീട്ടിൽ നിർത്തുന്നതിനൊരു പരിധിയില്ലേ? അതെങ്ങനെയാ? ഇവിടെ ഉള്ളവരുടെ ഔദാര്യത്തിലാ നിൽക്കുന്നെന്ന ബോധം ഇവൾക്കെങ്കിലും വേണ്ടേ? ആരുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. എന്റെ അച്ഛനമ്മമാരെ എനിക്ക് തന്ന പണം തിരിച്ചു തന്നാ മാത്രം മതി. ഞാനും എന്റെ മക്കളും ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാം. നീ പറയുമ്പോഴേക്കും കെട്ടിയെടുത്ത് തരാനേ ഇവിടെ അടുക്കി വെച്ചിട്ടൊന്നുമില്ല. എങ്കിലത് എന്ന് തരാനാവൂന്ന് പറയണം. അതുവരെ ഞാനും എന്റെ മക്കൾ ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് നിന്നോടിപ്പോ ആരാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്? ഈ കൊച്ചിനെ അതിന്റെ തന്തയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് വരാനാ പറഞ്ഞത്. ഇവൾ എന്റെ മകളാ, ഇവൾ എന്റെ കൂടെ തന്നെ നിൽക്കും. അപ്പൊ ഇവളുടെ അച്ഛനാരാ? ഇനിയിപ്പൊ അതും സനീഷേട്ടന്റെ ഉത്തരവാദിത്തം തന്നെ ആവും. വാ മോളെ. ഒന്ന് നിന്ന്. പോകുന്നതൊക്കെ കൊള്ളാം, പറഞ്ഞ കാര്യം മറക്കണ്ട. അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ? നീ വാ മോളെ. വാസുവേട്ടൻ വന്നിട്ട് ഒരുപാട് സമയമായോ? എനിക്കിവിടം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു മോളെ, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. മോനെ സ്കൂളിൽ വിടാൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി. അതൊന്നും സാരമില്ല. അതിന് മോൾ എന്തേലും കഴിച്ചായിരുന്നോ? ഞാനവരോട് സംസാരിച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് വലിയ ശമ്പളമൊന്നും പ്രതീക്ഷിക്കണ്ട. എങ്കിലും നിനക്കും പിള്ളേർക്കും അത്യാവശ്യത്തിന് ഉപകരിക്കും. അത് മതി ചേട്ടാ. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാ മതി. ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവല്ലത്തിൻ്റെ അടുത്തുണ്ട് സാർ. സാറൊന്നുകൊണ്ട് പേടിക്കണ്ട, പറഞ്ഞതുപോലെ ചെയ്യും. എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ശരി സാർ. മക്കളോ, നമുക്കേ എന്തായാലും കഴിക്കാം. വേണ്ട ഏട്ടാ, ഞങ്ങള് വീട്ടിലേക്കല്ലേ പോകുന്നേ, വിശപ്പില്ല. അതൊന്നും സാരമില്ലെന്നേ. മോക്ക് ഒരു ഐസ്ക്രീം എങ്കിലും മേടിച്ചു കൊടുക്കാം. മക്കൾ വന്നേ, വാ. സോറി, അയാൾ ഇവിടെ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. അതെ, കുട്ടിയുടെ ആരാണ് അദ്ദേഹം? അടുത്ത വീട്ടിലെ ചേട്ടനാ. എങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിക്കാൻ ഏർപ്പാടെല്ലാം ചെയ്തു. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ വിട്ടുതരാം. എന്റെ മകള്, അവക്ക് കുഞ്ഞിന്റെ കയ്യിലും കാലിലും ചെറിയ ചതവുകളുണ്ട്. അത് സാരമുള്ളതല്ല, ഇപ്പൊ സെഡേഷനില്ല. ഉണർന്ന വീട്ടിലേക്ക് പോവാം. ആ, കുട്ടിയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, ചെന്ന് കണ്ടോളൂ.
കുട്ടിയെ ഉണർത്തല്ലേ. പേടിക്കണ്ട, മോൾക്ക് കുഴപ്പമൊന്നുമില്ല. മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വിളിക്കണമെങ്കിൽ വിളിച്ചു പറഞ്ഞോ. അവിടുന്ന് ആരെങ്കിലും വന്നാ പിന്നെ തനിക്കൊരാളാവുമല്ലോ. ഭർത്താവിനോട് വരാൻ പറ. എനിക്ക് എന്റെ ഫോണൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഫോൺ വേണമെങ്കിൽ എന്റെ തരാം. കൂടെ കൊണ്ടുവന്ന ആള് മരിച്ച കാര്യം എത്രയും വേഗം അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിക്കേ. എന്താ വിളിക്കണില്ലേ? എനിക്കാരുടെയും നമ്പർ അറിയില്ല. ഹസ്ബൻഡിന്റെ നമ്പറും അറിയില്ലേ? ഇല്ല. കഷ്ടം തന്നെ. എങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. മോളെയും കൊണ്ട് വീട്ടിലോട്ട് പോണ്ടേ? മയക്കത്തില. ഇപ്പൊ ഉണർത്തണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ? ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടക്കുമ്പോ എന്റെ കുഞ്ഞിനെയും കൂടി അതിനിടയിൽ കൊണ്ടിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എടോ, താൻ എന്തായി പറയുന്നേ? ആക്സിഡന്റ് നടക്കുന്നതിന് മുമ്പ് അറിയാൻ കഴിയുമോ? കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്റെ മോള് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ വയ്യാത്തൊരു കുഞ്ഞാണ്. നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടല്ലേ ഞാൻ എന്റെ മോളെ അവിടെ വിട്ടിട്ട് പോയത്. എന്നിട്ടിപ്പോ എന്റെ കുഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? അവക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഇപ്പോഴും അങ്ങോട്ട് പോയത്. കൈക്ക് ഫ്രാക്ചർ വല്ലതും ഉണ്ടോ? ഇല്ല, ചെറിയൊരു ചതവുണ്ട്. എന്നെ കാണിക്കുന്നേ? മോളെ ഉണർത്തേണ്ടത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉണർത്തുന്നില്ല, മോളെ ഞാൻ കൊണ്ടുപോവാണ്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ അവളെ കൊണ്ടുപോണോ? ഇത്രയും സുഖമില്ലാത്ത അവസ്ഥയില് ദീർഘയാത്ര മോൾക്ക് പറ്റില്ല. അതെ, ഞാൻ നോക്കിക്കോളാം. ഇനിയും മോളെ തന്റെ കൂടെ നിർത്താൻ എനിക്ക് ധൈര്യമില്ല. താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത്രയും ദിവസം വസുതയല്ലേ മോളെ നോക്കിയത്. ഇന്നിപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അത് മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ. അപകടം ആർക്കായാലും വരില്ലേ? അതിന് ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? എടോ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. തനിക്കറിയാലോ മോളുടെ അവസ്ഥ. ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവള് ഇപ്പോഴാ തിരിച്ചു വരുന്നത്. അതിനിടയിൽ വലിയൊരു ആക്സിഡന്റും കൂടി. ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാ. കുഞ്ഞിനെ ഇവിടെ തനിച്ചു നിർത്താൻ പേടിച്ചിട്ടാ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. അതിങ്ങനാവുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ജോലിയോ? അതെ, വാസുവേട്ടൻ എനിക്കൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നത്. ഞങ്ങള് റോഡരികിൽ തന്നെ നിന്ന് സംസാരിക്കായിരുന്നു. പക്ഷെ തീർത്തും അപ്രതീക്ഷിതമായി ഒരു വണ്ടി ഞങ്ങൾക്ക് നേരെ വരികയായിരുന്നു. അപ്പോഴേക്കും വാസുവേട്ടൻ ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ വാസുവേട്ടൻ ഏതായാലും തൽക്കാലം ഞാൻ മോളെ കൊണ്ടുപോവാണ്. ഈ ഒരു സമയത്ത് തന്നെ വേണോ? നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോവാം. തൽക്കാലം വസുദേവരോടെ ഇവിടെ നിൽക്കട്ടെ. ട്രീറ്റ്മെന്റ് നടക്കുമല്ലേ? വേണ്ട, നമുക്കവളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. അവൾ എഴുന്നേറ്റ എന്നെ കാണാതെ കരയും. സാരമില്ല, ഞാൻ മോളെ പറഞ്ഞ് മനസ്സിലായിക്കോളാം.
തേരോട്ടത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും? നിന്റെ ജന്മം ഒരു നികൃഷ്ട ജന്മമാണ്. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ ഇന്ന് വാസു ജീവനോടെ ഉണ്ടായാനെ. സഹായത്തിനെത്തിയ വാസുവിന്റെ മരണം ഓർമ്മിപ്പിക്കുന്നതെന്ത്? മരണം പതിയിരിക്കുന്ന ചതിക്കുഴികളും സ്നേഹം കരുതിവച്ച കുറേയേറെ മനുഷ്യരുടെ നേർക്കാഴ്ചയുമായി വസുധ. കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.